എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. നമ്മുടെ എല്ലാ വീടുകളിലും മിക്കപ്പോഴും നമ്മുടെ വീടുകളിൽ തയ്യാറാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കറിയാണ് സാമ്പാർ. ഈ ഒരു സാമ്പാർ തയ്യാറാക്കി എടുക്കാനായിട്ട് മിക്കപ്പോഴും നമ്മൾ മാർക്കറ്റിൽ നിന്നും വാങ്ങുന്ന സാമ്പാർ പൊടിയാണ് ഉപയോഗിക്കുന്നതും. ഇനി നിങ്ങൾ ആരും സാമ്പാർ പൊടിയൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നല്ല മണവും ഗുണവും ഒരു തരി പോലും മായമില്ലാത്ത സാമ്പാർ പൊടി ഇനി എല്ലാവർക്കും വീടുകളിൽ തയ്യാറാക്കാം. അപ്പോൾ എങ്ങനെയാണ് വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു സാമ്പാർ പൊടി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. നമുക്കിനി സാമ്പാർ പൊടി തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ അയൺ പാനാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. കാരണം നമുക്ക് ഒരുപാട് ചേരുവകൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ചേരുവകൾ ഒന്ന് മെഷർമെന്റ് കണക്കാക്കി എടുക്കണം. ഞാനിവിടെ 100 ഗ്രാം അളവിലാണ് മല്ലി എടുത്തിട്ടുള്ളത്. മല്ലി കഴുകി വെയിലത്തിട്ട് ഉണക്കിയെടുത്ത് വെച്ചിരിക്കുവാണ് കേട്ടോ. ഇനി നമുക്ക് ഈ മല്ലി പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെയാണ് നമ്മളെല്ലാ കാര്യങ്ങളും അളന്ന് തൂക്കിയതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടതും. തൂക്കം നോക്കാനുള്ള കാര്യങ്ങളില്ലെങ്കിൽ തന്നെയും നമ്മൾ കടകളിൽ നിന്ന് ഓരോ ചേരുവകളും വാങ്ങിക്കുമ്പോൾ അവരോട് ആ ഒരു കറക്റ്റ് അളവ് പറഞ്ഞാൽ അവർ അതിനനുസരിച്ചിട്ട് നമുക്ക് എടുത്ത് തരുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമ്മളിവിടെ എടുത്തിട്ടില്ല മല്ലിയാണ് ആദ്യം പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മല്ലി പാനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം. ഇതുപോലെ തൂക്കം നോക്കുന്ന ഈ ഒരു കാര്യം വാങ്ങിക്കാനായിട്ടൊന്നും അധികം പൈസയൊന്നും ആവശ്യമില്ല. ഇത് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നതാണ്. നമുക്കിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ആ ഒരു ലിങ്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇനി നല്ല പോലെ മല്ലി ഒന്ന് വറുത്തെടുക്കാം. വറുത്തൊന്ന് പൊട്ടി വരണം, അതുവരെയാണ് ചെറിയ തീ വെച്ചിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാനായിട്ട്. കാരണം അയൺ പാനാണ്. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്നത് നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പം അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാനായിട്ടും. ഞാൻ ഈ മല്ലി കഴുകി വെയിലത്തിട്ട് ഉണക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് അധികം ഒന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഒന്ന് ചെറുതായിട്ട് ചൂടായി വന്നാൽ മാത്രം മതിയാകും. ഓവറായിട്ട് നമ്മൾ വറുത്തെടുക്കുവാണെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന സാമ്പാർ പൊടിക്ക് കയ്പ് ടേസ്റ്റൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഈ ഒരു പാകമായാൽ നമുക്ക് ഈ മല്ലി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ നമ്മൾ ഈ മല്ലിയൊക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ചെറുമല്ലി നോക്കി വേണോട്ടോ വാങ്ങാനായിട്ട്. ചെറുമല്ലി ചേർത്ത് കറി തയ്യാറാക്കുമ്പോഴാണ് കറികൾക്ക് നല്ല സ്വാദ് ഉണ്ടാവുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. മല്ലിയെല്ലാം ഒന്ന് പൊട്ടിയും വരുന്നുണ്ട്. അപ്പൊ ഞാൻ കോരി മാറ്റുവാണ്. സാമ്പാർ പൊടിയിൽ ഏറ്റവും കൂടുതൽ അളവിൽ ചേർക്കുന്ന ഒന്നാണ് മല്ലി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സാമ്പാറിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ ഒരുപാട് പേര് പറഞ്ഞു മല്ലിയൊന്നും ചേർക്കാത്തത് എന്ത് സാമ്പാർ എന്ന്. പക്ഷെ ഞാനിതുപോലെ സാമ്പാർ പൊടി തയ്യാറാക്കുമ്പോൾ മല്ലിയെല്ലാം ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് സാമ്പാർ പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ മല്ലിപ്പൊടി ചേർക്കേണ്ട ആവശ്യവും വരുന്നില്ല. അങ്ങനെ നമ്മുടെ മല്ലി ഞാനിവിടെ ഫ്രൈ ചെയ്തു. ഇനി നമുക്കിതിലേക്ക് ഓരോ ചേരുവകളായിട്ട് ചേർത്തൊന്ന് വറുത്തെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ വറുത്തെടുക്കാൻ പോകുന്നത് ഉഴുന്നുപരിപ്പാണ്. ഉഴുന്നുപരിപ്പ് ഞാനിവിടെ 3 സ്പൂൺ അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിലെ ചായക്കൊക്കെ പഞ്ചസാര ഇടുന്ന സ്പൂണില്ലേ, അതിനാണ് എടുത്തിട്ടുള്ളത്. ഉഴുന്നുപരിപ്പും നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും നല്ല പോലെ ഒന്ന് വറുത്ത് മാറ്റാം. ഈ ഒരു ഉഴുന്നുപരിപ്പിന്റെ കറക്റ്റ് ആയിട്ടുള്ള അളവ് 30 മില്ലിഗ്രാം ആണ്. ഇപ്പോൾ നമ്മുടെ ഉഴുന്ന് ഒന്ന് കളർ ചേഞ്ച് ഒക്കെ ആയി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ കളർന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് ഉഴുന്നും ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം. ഉഴുന്ന് കോരി മാറ്റുവാണ്. ഉഴുന്നും ഫ്രൈ ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 3 സ്പൂൺ അളവിൽ തന്നെ കടലപ്പരിപ്പാണ് ചേർക്കേണ്ടത്. കടലപ്പരിപ്പും നല്ലോണം തന്നെ വറുത്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉഴുന്നും കടലപ്പരിപ്പും കൂടെ ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് വറുത്തെടുക്കുന്നത്. കടലപ്പരിപ്പും ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ചുവന്ന് തുടങ്ങിയിട്ടുണ്ട്. കടലപ്പരിപ്പും കോരി മാറ്റാം. അടുത്തതായിട്ട് ഞാനിതിലേക്ക് ഒരു 10 എരിവെള്ള മുളകും 5 കാശ്മീരി മുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴുകി ഉണക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് അധികമൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ മുളകും കോരി മാറ്റുവാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് 1 ടീസ്പൂൺ അളവിലെ കുരുമുളകാണ്. ഈ ഒരു കുരുമുളക് ചേർക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാൻ കുരുമുളക് ചേർക്കാറുണ്ട്. ഇത് 1 ടീസ്പൂൺ 5 മില്ലിഗ്രാം അളവിലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. കുരുമുളകിന്റെ കൂടെ തന്നെ 2 സ്പൂൺ അളവില് 20 മില്ലിഗ്രാം അളവില് ചോറ് വയ്ക്കുന്ന മട്ട അരി കൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യില് എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്താണോ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന അരി അത് ചേർക്കാവുന്നതാണ്. അരിയൊക്കെ ഒന്ന് പൊട്ടി വരും, അതാണ് കേട്ടോ പാകം. അങ്ങനെ നമ്മുടെ അരിയും പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിയും ഒന്ന് കോരി മാറ്റാം.
ഇനി വേണ്ടത് 1 സ്പൂൺ അളവില് ഉലുവയും 1 സ്പൂൺ അളവിൽ തന്നെ നല്ല ജീരകം കൂടിയാണ് ചേർക്കുന്നത്. ഇതും നല്ല പോലെ തന്നെ ഒന്ന് മൊരിയിച്ച് വറുത്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കായക്കട്ടയാണ്. ഇത്രയും അളവിൽ തന്നെ കായം ചേർക്കണം. നമുക്കിതൊന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷമായിരിക്കണം ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ജീരകവും ഉലുവയും നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതും കോരി മാറ്റാം. ഇനി വേണ്ടത് 1 പിടി കറിവേപ്പിലയാണ്. കറിവേപ്പിലയും ചേർക്കാം. വീണ്ടും വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ വേപ്പിലയും നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതും നമുക്ക് കോരി മാറ്റാം. നേരത്തെ കാണിച്ച കായമാണ്. ഇതൊരു 10 ഗ്രാം അളവുണ്ട്. കായത്തിന്റെ അളവ് കുറച്ച് കൂടി നിൽക്കുമ്പോഴാണ് നമ്മുടെ സാമ്പാറിന് നല്ല മണമൊക്കെ ഉണ്ടാകുന്നത്. കായം ഫ്രൈ ചെയ്തെടുക്കുന്നതോടൊപ്പം തന്നെ ഇതുപോലൊരു മഞ്ഞൾ കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ മഞ്ഞൾ ചേർക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഞാനിപ്പോൾ എൻ്റെ കൈവശം ഉള്ളത് കൊണ്ടാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മഞ്ഞളിന് പകരമായിട്ട് മഞ്ഞൾപ്പൊടിയും എടുക്കാവുന്നതാണ്. കായം മുരിഞ്ഞു വരാനായിട്ട് കുറച്ച് താമസം വരും. ചെറിയ തീയിൽ വെച്ച് തന്നെ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തും ഈ ഒരു കായം നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നില്ല. അങ്ങനെ നമ്മുടെ കായവും ഇവിടെ നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതും ഒന്ന് കോരി മാറ്റാം. സാമ്പാറിന് ആവശ്യമായ എല്ലാ ചേരുവകളും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറി വരാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം. ചൂടാറി വരുമ്പോഴേക്കും നമുക്കിത് നല്ല പോലെ ഒന്ന് പൊടിച്ചുകൂടി എടുക്കണം. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് നമുക്ക് ഈ സാമ്പാർ പൊടി തയ്യാറാക്കി എടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ സാമ്പാർ മിക്സ് ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. ഇതൊക്കെ ഒന്ന് പൊടിക്കാൻ ഇട്ട് കൊടുക്കുമ്പോൾ മിക്സിയുടെ ജാറിന് ഒരു തരി പോലും നനവുണ്ടാവരുത്. ഇനി പൊടിച്ചെടുക്കുന്നതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. നമുക്ക് ഇതുപോലെ ഇത്രയും അളവുകൾ പൊടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മാസക്കാലത്തേക്ക് നമുക്കുണ്ടാകും. ഒരു വീട്ടിലേക്കിട്ട് ഉപയോഗിക്കാനായിട്ട്. ഇപ്പോൾ കൂടുതൽ മെമ്പേഴ്സ് ഉള്ള വീട്ടിലാണെങ്കിൽ നമ്മളിപ്പോൾ കാണിച്ചതിൻ്റെ കൂടുതൽ മെഷർമെൻറ്റ് എടുത്താൽ മതിയാകും. അങ്ങനെ നമ്മളിതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഒറ്റ തവണ കൊണ്ട് തന്നെ പൊടിച്ചെടുക്കാൻ സാധിക്കും. ഇനി വളരെ എളുപ്പത്തിൽ പൊടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ സാമ്പാർ പൊടി ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പൊടിച്ചെടുത്ത പൊടി നമുക്കിതേ പാത്രത്തിലേക്ക് തന്നെ മാറ്റാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ സാമ്പാർ പൊടി ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പൊടിയുടെ ചൂട് ആറി വരുമ്പോഴേക്കും നമുക്കൊരു ചില്ല് കുപ്പികളിലേക്ക് മാറ്റി സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഈ സാമ്പാർ പൊടി ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിലെ നിത്യമുള്ള ചേരുവകൾ കൊണ്ട് വളരെ ഗുണമേറിയ സാമ്പാർ പൊടി ഇനി നമ്മുടെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.